ഹരേ കൃഷ്ണ. ഇന്ന് ഭഗവാൻ അനുഗ്രഹിച്ചാൽ നമുക്ക് 61ഉം 62ഉം ശ്ലോകങ്ങൾ നമുക്ക് വിചാരം ചെയ്യാമെന്ന് കരുതുന്നു. 61ാമത്തെ ശ്ലോകം പറ്റിയാൽ 63ഉം ഇന്ന് തീർക്കാമെന്ന് കരുതുന്നു. കാരണം സനൽകുമാരാദി മഹർഷിമാരുടെ ആ തത്വോപദേശം, ശ്രീ നാരദ മഹർഷിക്കുള്ള ഉപദേശം അതോടെ കഴിയും. 63 വരെയാണ് ശ്ലോകങ്ങൾ. അതുകൊണ്ട് അതും കൂടി പറ്റിയാൽ തീർക്കാമെന്ന് കരുതുന്നു. ഭഗവാന്റെ നിശ്ചയം പോലെ നടക്കട്ടെ. 61ാമത്തെ ശ്ലോകം. ഭക്തിജ്ഞാനവിരാഗാണാം തത്ഘോഷേണ ബലം മഹത് വ്രജിഷ്യതി ദ്വയോഃ കഷ്ടം സുഖം ഭക്തേർഭവിഷ്യതി. ഇനി നമുക്ക് ആ ശ്ലോകത്തിലെ പദങ്ങളുടെ അർത്ഥം നോക്കാം. ഭക്തിജ്ഞാനവിരാഗാണാം, ഭക്തിയും ജ്ഞാനവും വൈരാഗ്യവും, ഇവയ്ക്ക് മൂന്നിനും ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾക്ക് തത്ഘോഷേണ, അതിൻ്റെ ഘോഷം കൊണ്ട്, അതിൻ്റെ ആ ഒരു ആലാപനത്തിൻ്റെ ശബ്ദം കൊണ്ട് തന്നെ, ആലാപനം ശ്രവിക്കുന്നത് കൊണ്ട് തന്നെ, ആലാപനം കൊണ്ട് തന്നെ ബലം മഹത്, ബലം എന്ന് പറഞ്ഞാൽ ബലം തന്നെ, മഹത് മഹത്ത്, മഹത്തായിട്ടുള്ളത്, ആ മഹത്തായിട്ടുള്ള ബലം വ്രജിഷ്യതി, വ്രജിഷ്യതി എന്ന് പറഞ്ഞാൽ ഈ ഇപ്പോഴുള്ള ഈ ഒരു അവസ്ഥയൊക്കെ അങ്ങോട്ട് മാറുക, കഷ്ടങ്ങളൊക്കെ അങ്ങോട്ട് തീരുക. ആർക്ക്? ദ്വയോ എന്ന് പറഞ്ഞാൽ ജ്ഞാനവൈരാഗ്യങ്ങൾക്ക് ഇപ്പോഴുള്ള ഈ ക്ഷീണവും കഷ്ടവും ഒക്കെ മാറും. എന്തുകൊണ്ട് തന്നെ? ഈ ഭാഗവത കഥാശ്രവണം കൊണ്ട് തന്നെ, അതിൻ്റെ ആ ഒരു ഘോഷണ ശബ്ദം കൊണ്ട് തന്നെ ഈ ജ്ഞാനവൈരാഗ്യങ്ങൾക്ക്, ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾക്ക് ഉള്ള, അതിൽ പ്രത്യേകിച്ചും ഈ ജ്ഞാനവൈരാഗ്യങ്ങൾക്ക് വന്നിട്ടുള്ള ക്ഷയം പൂർണ്ണമായും തന്നെ അങ്ങോട്ട് വ്രജിഷ്യതി, ഇല്ലാതെയാകും, കഷ്ടമെല്ലാം തീർന്നു കിട്ടും. പിന്നെയോ കഷ്ടം സുഖം ഭക്തേർ ഭവിഷ്യതി, കഷ്ടം എന്ന് പറഞ്ഞാൽ ആ ദുഃഖം തന്നെ, കഷ്ടമെല്ലാം വ്രജിഷ്യതി, തീരും, ഇല്ലാതെയാകും. എന്നിട്ടോ സുഖം ഭക്തേർ ഭവിഷ്യതി, സുഖം എന്ന് പറഞ്ഞാൽ സുഖം തന്നെ, ഭക്തേർ ഭവിഷ്യതി, ഭക്തേഹേ, ഭക്തേഹേ ഭവിഷ്യതിയാണ്, ഭക്തേർ ഭവിഷ്യതി, അവിടെ വിസർഗം വരുന്നെടുക്കുക. അങ്ങനെ രണ്ട് വാക്കുകളാണുള്ളത്. ഭക്തേ എന്ന് പറഞ്ഞാൽ ഭക്തിക്ക്, സുഖം ഭവിഷ്യതി, സുഖം ഭവിഷ്യതി എന്ന് പറഞ്ഞാൽ ഭവിക്കുമുണ്ടാകും. അപ്പോൾ ഈ ഭാഗവത കഥാശ്രവണ മാത്രം കൊണ്ട് തന്നെ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾക്ക് മഹത്തായ ബലമുണ്ടാകും. ഈ ഭാഗവത കഥ കേൾക്കുന്നത് കൊണ്ട് തന്നെ ജ്ഞാനവൈരാഗ്യങ്ങളുടെ കഷ്ടമെല്ലാം പോയി കിട്ടും. അതുകൊണ്ട് തന്നെ ആ ജ്ഞാനവൈരാഗ്യങ്ങളുടെ കഷ്ടം ഇല്ലാതെയാവുന്നത് കൊണ്ട് തന്നെ ഭക്തിദേവിക്ക് സുഖവും ലഭിക്കും. തൻ്റെ മക്കളുടെ ആ ഒരു ക്ഷീണം മാറിക്കഴിഞ്ഞാൽ തന്നെ ഒരമ്മയ്ക്ക് എപ്രകാരമാണോ സുഖമുണ്ടാവുന്നത്, അതേപോലെ ഇവിടെ ജ്ഞാനവൈരാഗ്യങ്ങളുടെ കഷ്ടങ്ങളൊക്കെ മാറിക്കഴിയുമ്പോൾ ഭക്തിദേവിക്കും സുഖമുണ്ടാവും. ഇവിടെ ആദ്യമേ പറഞ്ഞു ഭാഗവത കഥാശ്രവണം കൊണ്ട് ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞു. നമ്മൾ ഭാഗവത കഥ കേൾക്കുന്നതിലൂടെ ശരിയായ ജ്ഞാനമാണ് ഉള്ളിലേക്ക് പോകുന്നത്. എന്താണോ നമ്മുടെയൊക്കെ അസ്തിത്വത്തിൻ്റെ പരമമായ സത്യം, അതിനെ നമ്മൾ അറിയുന്തോറും നമ്മുടെ ഉള്ളിൽ ഈ വൈരാഗ്യം എന്ന അവസ്ഥ, അഥവാ നശിക്കുന്നതിനോട് നമുക്ക് തോന്നുന്ന ഈ മമത, അതിനോട് തോന്നുന്ന ബന്ധങ്ങൾ, അത് ബന്ധനമായി മാറുന്നൊരു ദയനീയാവസ്ഥ ഓരോ പ്രാണൻ്റെയും, അത് ഇല്ലാതെയാകും. എവിടെയോ നിന്ന് തുടങ്ങി എവിടേക്കോ ഉള്ള ഈ ഒരു ജീവൻ്റെ പ്രയാണം ഏതോ കാലത്ത് തുടങ്ങിയതാണ്. എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞിരിക്കുന്നു, എത്രയോ യോനികളിൽ പിറന്നിരിക്കുന്നു. കല്ലായും മരമായും മൃഗമായും പക്ഷിയായും
അങ്ങനെ എത്രയോ എത്രയോ യോനികളിൽ പിറന്നതിന് ശേഷമാണിപ്പോൾ ഒരു മനുഷ്യനായി നമുക്കൊക്കെ ഒരു ജന്മം കിട്ടിയിരിക്കുന്നത്. അങ്ങനെയുള്ള ഈ ഒരു ജന്മത്തിൽ പരമമായ സത്യത്തിൽ നിന്ന് പുറപ്പെട്ട് പരമമായ സത്യത്തിലേക്കുള്ള മടക്കയാത്രയ്ക്കുള്ള തയ്യാറെടുപ്പാണ് ഓരോ ജന്മവും എന്നറിഞ്ഞു കഴിഞ്ഞാൽ, ആ പരമമായ സത്യം നമുക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞാൽ, അതറിയാത്തതിൻ്റെ പേരിൽ, അജ്ഞാനത്തിൻ്റെ പേരിൽ ക്ഷയിക്കുന്നതിൻ്റെ പിന്നാലെയുള്ള നമ്മുടെ ഈ പാച്ചിൽ അങ്ങോട്ട് നിൽക്കും. അത് കഴിഞ്ഞാലോ അതിനോടൊക്കെ ഒരു വൈരാഗ്യം, അതിനോടൊന്നും വലിയ മമതയില്ല. കാരണം ഇതൊന്നുമല്ല ജീവിതത്തിൻ്റെ ജീവൻ്റെ ഈ യാത്രയുടെ ലക്ഷ്യമെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇതിനോടൊക്കെയുള്ള ആ ഒരു മമത നമ്മളിൽ നിന്ന് പതിയെ പതിയെ ഇല്ലാതെയാകും. അങ്ങനെ വന്നാലോ പിന്നെ യാതൊരു സത്യത്തിലേക്കാണോ എത്തിച്ചേരേണ്ട അതിനോട് ദൃഢമായ ഒരു മമത ഉണ്ടാവുകയും ചെയ്യും. ആ മമതയാണ് ഭക്തി എന്ന് പറയുന്നത്, പ്രേമഭക്തി. അപ്പോൾ ആദ്യം ജ്ഞാനം ഉണ്ടാക്കാൻ ശ്രമിക്കുക. ആ ജ്ഞാനത്തിലൂടെ താനേ വന്നു ചേരും വൈരാഗ്യം. ആ ജ്ഞാനം നേടണമെങ്കിലോ ഫലം പക്വമാവാതെ ഒരു മരത്തിൽ നിന്നും വീഴാത്തതുപോലെ ശിഷ്യൻ പക്വമാകാതെ നല്ലൊരു ഗുരുവിൻ്റെ സാമീപ്യം നമുക്കുണ്ടാവുകയില്ല, അനുഗ്രഹം ഉണ്ടാവുകയില്ല, ഗുരുവചനങ്ങൾ കേൾക്കാനുള്ള ഭാഗ്യം നമുക്കുണ്ടാവുകയില്ല. അങ്ങനെ ആ ഗുരുവിൻ്റെ സാമീപ്യത്തിൽ നിന്നും ശരിയായ ജ്ഞാനം ലഭിച്ചു കഴിഞ്ഞാൽ തന്നിലേക്ക് വന്നു ചേരുന്ന, താൻ അറിയാതെ തന്നെ മാറ്റിമറിച്ചുകൊണ്ട് തന്നിൽ വേരൂന്നുന്ന ഈ വൈരാഗ്യബുദ്ധി, അഥവാ നമുക്ക് ഈ പ്രപഞ്ചത്തിലെ ഇന്ന് നമ്മുടേതെന്ന് കരുതുന്നതൊക്കെ ക്ഷയിക്കുന്നതാണ്, നശിക്കുന്നതാണ്, നമ്മളെ വിട്ടുപോകുന്നതാണ്, അല്ലെങ്കിൽ നമ്മൾ അവയെ ഉപേക്ഷിച്ച് പോകേണ്ടവയാണെന്ന സത്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതിനോടൊക്കെ വല്ലാത്തൊരു അറ്റാച്ച്മെൻ്റ് ഇല്ലാതെയിരിക്കും, ഒരു മമതയില്ലാതെയിരിക്കും. ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ അനുനിമിഷം യാതൊന്നിലേക്കാണോ തിരികെ മടങ്ങിയെത്തേണ്ടത് അതിലേക്ക് ഉള്ള ആ ഒരു യാത്രയിൽ നമുക്ക് ഈ നേടാനുള്ള ഭഗവാന്റെ അനുഗ്രഹം സിദ്ധിച്ച ഈ അറിവ് നമുക്ക് തരുന്ന ഒരു അദൃശ്യമായ ബലമുണ്ട്. ഈശ്വരൻ നമ്മളോടൊപ്പമുണ്ട്. ഇന്നുണ്ടെന്ന് കരുതുന്നതൊന്നും ശാശ്വതമല്ല. അത് ഈ ഒരു ജന്മത്തെ ചെറിയ ഒരു കാലയളവിൽ മാത്രമേ നമ്മളോടൊപ്പം ഉണ്ടാവുമെന്ന് തിരിച്ചറിയും നമ്മൾ. അപ്പോഴോ ഇനിയും എത്രയോ ജന്മങ്ങൾ എടുക്കേണ്ടിയിരിക്കുന്നു. അവയിലൊക്കെ, ആ ജന്മങ്ങളിലൊക്കെ നമുക്ക് തുണയാകാവുന്ന, നമ്മളെ ഒരു കാലത്തും വിട്ടുപോകാത്ത, നമ്മളെ നമ്മളാക്കി നിർത്തുന്ന ആ നിത്യബുദ്ധ ശുദ്ധ സത്വസ്വരൂപത്തെ നമ്മളറിയാതെ പ്രേമിച്ചു തുടങ്ങും. അഥവാ അതിനോട് ഗോപികമാർക്ക് തോന്നിയതുപോലെ ഒന്നിനുമല്ലാത്ത ഒരു ഇഷ്ടം, ഒന്നിനുമല്ലാത്ത ഒരു സ്നേഹം, ഒരു മമത ആ ചൈതന്യത്തോടുണ്ടാവുമ്പോൾ ആ ഒരു അനുഭവ തലമാണ് ഭക്തി എന്ന് പറയുന്നത്. ഭഗവാൻ അല്ലാതെ മറ്റൊന്നും ശാശ്വതമായിട്ടില്ല. ആ ഭഗവാൻ എന്നെ കൈവിടുകയുമില്ല എന്നറിയുന്ന അവസ്ഥ. പിന്നെ അവിടെ കാമക്രോധ ലോഭമോഹാദികൾക്കോ അസൂയയ്ക്കോ അഹങ്കാരത്തിനോ ഒന്നും വലിയ സ്ഥാനമില്ലാതെയാകും. നമ്മൾ ഈ ഭാഗവത കഥ കേൾക്കാനുള്ള ഭാഗ്യം നമുക്കുണ്ടായത് തന്നെ ശ്രീശുക മഹർഷി പരീക്ഷിത്ത് മഹാരാജാവിന് പറഞ്ഞു കൊടുത്തത് കൊണ്ടാണ്. ആ പരീക്ഷിത്ത് മഹാരാജാവ് തന്നെയാണ് ഈ ഒരു ശ്ലോകത്തിൽ നമ്മുടെ മുൻപിൽ നിൽക്കുന്ന ഉത്തമമായ ഉദാഹരണം. ഈ ഓരോ കഥകളിലൂടെയും ആ പരമമായ സത്യത്തെ അറിയിക്കുകയാണ് ശ്രീശുക മഹർഷി ചെയ്യുന്നത്. തന്നെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്ന ആ മരണമെന്ന അവസ്ഥയിൽ നിന്നും കരകയറാൻ, ജനന മരണങ്ങൾക്ക് അതീതനായിട്ടുള്ള ഒരു ശക്തിയെ നീ കൂടെ ചേർത്ത് പിടിക്കൂ, അതുമാത്രമേ ശാശ്വതമായിട്ടുള്ളൂ, അത് നിൻ്റെ കൂടെയുള്ളപ്പോൾ, അല്ലെങ്കിൽ അത് തന്നെയാണ് നിൻ്റെ ഉള്ളിലും ആ ശക്തി തന്നെയാണ് ഉള്ളത് എന്ന് തിരിച്ചറിയിപ്പിക്കുകയാണ് ശ്രീശുക മഹർഷി ഇവിടെ പരീക്ഷിത്ത് മഹാരാജാവിന് ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു സത്യം തിരിച്ചറിഞ്ഞപ്പോൾ പിന്നെ തൻ്റേതെന്ന് താൻ കരുതിയിരുന്നതിനോട് തോന്നിയിരുന്ന
സർവ്വതിനോടും വലിയൊരു മമതാബന്ധമൊന്നുമില്ലാത്ത അവസ്ഥയിലേക്ക്, വൈരാഗ്യാവസ്ഥയിലേക്ക് താനെ പരീക്ഷിത്ത് മഹാരാജാവ് പരിണമിക്കുന്നത് നമുക്ക് കാണാം. ഒരു മാറ്റം വരുന്നത് നമുക്ക് കാണാം. അവിടെ നിന്നും മരണത്തിനതീതമായ ഒരവസ്ഥ, ജനന മരണാദികളില്ലാത്ത ആ ഈശ്വരനിലേക്ക് എത്തിച്ചേരുന്ന ഈ യാത്രയിൽ സന്തോഷത്തോടുകൂടി മരണമെന്ന അവസ്ഥാന്തരത്തെ പ്രാപിക്കുന്ന പരീക്ഷിത്ത് മഹാരാജാവ് അവസാനം ഭാഗവത കഥ മുഴുവൻ കേട്ട് കഴിയുമ്പോൾ പരീക്ഷിത്ത് മഹാരാജാവ് പറയുന്നത്, ധന്യോസ്മി അനുഗ്രഹീതോസ്മി, ഞാൻ ധന്യനായിരിക്കുന്നു, ഞാൻ അനുഗ്രഹീതനായിരിക്കുന്നു. ആ ഭഗവാന്റെ ഭാഗവത കഥ കേൾക്കാനുള്ള മഹാഭാഗ്യം സിദ്ധിച്ചതിലൂടെ ഭയം, മരണഭയം എന്ന ഒരു അവസ്ഥ, എന്ന ഒരു മാനസികമായ, സത്യത്തിൽ അതൊരു വൈകൃതമാണ്. സത്യം അറിയാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ മനസ്സിനുണ്ടാകുന്ന വൈകൃതമാണ് മരണഭയം. അപ്പോൾ അതിനെയും മറികടന്ന പരീക്ഷിത്ത് മഹാരാജാവ് തന്നെയാണ് ജ്ഞാനവൈരാഗ്യ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾക്ക് അതിനെ ഉണർത്തിയ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷമായിട്ടുള്ള ഒരു ഉദാഹരണം എന്ന് തന്നെ പറയാം. ജ്ഞാനത്തെ മാത്രമാണ് ശ്രീ ശുക മഹർഷി പകർന്നു കൊടുത്തത് പരീക്ഷിത്ത് മഹാരാജാവിന്. ആ ജ്ഞാനം ലഭിച്ചതിലൂടെ അജ്ഞാനത്തിൻ്റെ പ്രത്യക്ഷഭാവമാണ് മമത എന്ന് പറയാം. ആ അജ്ഞാനം അങ്ങോട്ട് നീങ്ങി വൈരാഗ്യം താനെ വന്നു ചേർന്നു. അവിടെ നിന്നും ആ സാക്ഷാൽ ഭഗവാനോട്, ആ പരമാത്മാവിനോട് തോന്നിയ ഒരു ദാസ്യഭാവം, അതിലേറെ താൻ ആ ചൈതന്യത്തിൻ്റെ തന്നെ ഭാഗമാണെന്നുള്ള തിരിച്ചറിവ് പരീക്ഷിത്ത് മഹാരാജാവിനെ മരണഭയത്തിൽ നിന്നും കരകയറ്റി എന്ന് പറഞ്ഞാൽ തൻ്റെ ഉള്ളിലെ സത്വത്തിൻ്റെ ആ സത്യാവസ്ഥയെ ബോധ്യപ്പെടുകയാണ് ചെയ്യുന്നത്. കാരണം താനെന്ന തൻ്റെ ഉള്ളിലെ ആ ഈശ്വരീയ ഭാവം, അതാണ് തൻ്റെ തന്നെ അസ്തിത്വം. പാമ്പ് തൻ്റെ പടം പൊഴിക്കുന്നത് പോലെ ഈ ഓരോ ജീവനും ഇടയ്ക്ക് സ്വീകരിക്കുകയും അഴിച്ചു കളയുകയും ചെയ്യുന്ന ഒരു വസ്ത്രം പോലെ, മുഷിഞ്ഞ വസ്ത്രം അഴിച്ചു വയ്ക്കും പോലെ, പാമ്പ് പടമുരിയുന്നത് പോലെ ഈ ശരീരം ഉപേക്ഷിച്ചു പോകാൻ പരീക്ഷിത്ത് മഹാരാജാവിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. ഇത് പരീക്ഷിത്ത് മഹാരാജാവിലൂടെ നമുക്കൊക്കെ പറഞ്ഞു തരികയാണിവിടെ ശ്രീ ശുക മഹർഷി. എങ്ങനെയാവണം ജീവിതത്തോടുള്ള നമ്മുടെ കാഴ്ചപ്പാട്. സത്യത്തിൽ ഇവിടെ നമ്മൾ പലപ്പോഴും ആചാര്യന്മാർ പറയാറുണ്ട്, സജ്ജനങ്ങളുടെ ശാപം പോലും അനുഗ്രഹമായി മാറുമെന്ന്. ഇവിടെ ആ മഹർഷിയുടെ ശാപം പോലും പരീക്ഷിത്ത് മഹാരാജാവിന് അനുഗ്രഹമായിട്ട് മാറുകയാണ് ചെയ്തിരിക്കുന്നത്. സാധാരണ ലൗകികമായ ഭൗതികമായ തലത്തിൽ നിന്ന് നോക്കുമ്പോൾ ആ ചത്ത പാമ്പിനെ എടുത്ത് മഹർഷിയുടെ കഴുത്തിൽ ഇടണമെന്ന് തോന്നിയത് നമ്മളൊക്കെ നിൽക്കുന്ന തലത്തിൽ നിന്ന് നോക്കിയാൽ ഒരു ദുർബല നിമിഷത്തിൽ നടന്നതാണ് എന്ന് തോന്നാം. പക്ഷേ ആ നിമിഷമായിരുന്നു ഏറ്റവും ബലവത്തായിട്ടുള്ളത്. കാരണം അവിടെ നിന്നും ആ മഹർഷിയുടെ ശാപം, മഹർഷി കുമാരൻ്റെ ശാപം സ്വീകരിക്കാൻ ഇടവന്നത് തനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സുന്ദരമായ മഹനീയമായ നിമിഷങ്ങളിലേക്ക് കൊണ്ട് എത്തിക്കുകയായിരുന്നു പരീക്ഷിത്ത് മഹാരാജാവിനെ. ആ ശാപമാണ് ശ്രീ ശുക മഹർഷിയിൽ നിന്നും ഈ ഭാഗവത കഥ മുഴുവൻ, ആ ജ്ഞാനം മുഴുവൻ നേടാൻ പരീക്ഷിത്ത് മഹാരാജാവിനെ പ്രാപ്തനാക്കിയത്. സജ്ജനമായിട്ടുള്ള ആ മുനികുമാരൻ്റെ ശാപം ഒരു പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ മരണഭയം എന്നൊരു അവസ്ഥയെ ഇല്ലാതെയാക്കാൻ പരീക്ഷിത്ത് മഹാരാജാവിന് ഉപകരിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ അതേ മാർഗം തന്നെയാണ് സനൽകുമാരാദി മഹർഷിമാർ ശ്രീനാരദ മഹർഷിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഭാഗവത കഥാലാപന
കഥാശ്രവണത്തിലൂടെ തന്നെ അതുകൊണ്ടാണ് തത് ഘോഷേണ എന്ന് പറഞ്ഞാൽ അത് ആലാപനം ചെയ്യുന്നത് കേട്ടാൽ മതി. അതിൻ്റെ കഥ കേട്ടാൽ പോലും ഭക്തിയും ജ്ഞാനവും ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾക്ക് മഹത്തായ ബലമുണ്ടാകുമെന്നാണ് പറഞ്ഞത്. ജ്ഞാനം വർദ്ധിക്കുന്നതിനനുസരിച്ച് വൈരാഗ്യത്തിന് ബലം കൂടും, ഭക്തിക്ക് ദൃഢത കൂടും. അതിൻ്റെ ആ വിശേഷണം പോലും വ്യാസഭഗവാൻ ഉപയോഗിച്ചത് മഹത്തായ ബലം എന്നാണ്. അതിന് അത്രമാത്രം ശ്രേഷ്ഠതയുണ്ട്. അത് മനസ്സിനും ബുദ്ധിക്കും അതീതമാണ്. യുക്തി കൊണ്ട് ആലോചിച്ചാൽ കിട്ടുന്നതല്ല. അത് ഭൗതികമായ ബലം മാത്രമേ മനസ്സിൻ്റെയും ബുദ്ധിയുടെയും തലത്തിൽ നിന്ന് ആലോചിക്കുമ്പോൾ കിട്ടുന്ന ബലത്തിനൊരു പരിമിതിയുണ്ട്. നമ്മൾ ബാഹ്യമായി നമുക്ക് നമ്മുടെ സമ്പത്താകട്ടെ, പദവിയാകട്ടെ, മറ്റുള്ള തരത്തിലുള്ള ബലമായിക്കോട്ടെ, അതിനൊക്കെ പരിമിതിയുണ്ട്. അത് എവിടം വരെയുള്ളൂ? മരണമെന്ന അവസ്ഥയോട് നമ്മൾ അടുക്കുന്നത് വരെയേയുള്ളൂ. ആ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ഈ ബലമെല്ലാം ചോർന്നു പോകും. പക്ഷെ അതിനതീതമായി നമുക്കുണ്ടാകുന്ന, നമ്മളോടൊപ്പം ഈ ഒരു ജ്ഞാനവൈരാഗ്യത്തിലൂടെ ഉള്ള സഞ്ചാരത്തിൽ ഉറച്ചു നിൽക്കുന്നതാണ്, മഹത്തായിട്ടുള്ളതാണ്, ശ്രേഷ്ഠമായിട്ടുള്ളതാണ്. ജന്മജന്മാന്തരങ്ങളിൽ നമ്മളോടൊപ്പം സഞ്ചരിച്ച് നമ്മളെ തിരിച്ച് ആ ഏതൊരു ശ്രേഷ്ഠ പദത്തിൽ നിന്നാണോ പുറപ്പെട്ടത് അതേ ശ്രേഷ്ഠ പദത്തിൽ എത്തിക്കാൻ ഈ ജ്ഞാനവൈരാഗ്യങ്ങളിലൂടെ, ഭക്തിയുടെ ദൃഢതയിലൂടെ നമ്മളെ കൊണ്ട് എത്തിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് മഹത്തായ ബലം. ക്ഷയിക്കുന്നതല്ല അത് മഹത്തായിട്ടുള്ളതാണ്. എത്ര ജന്മങ്ങൾ കഴിഞ്ഞാലും ഈ ഒരു ജന്മത്തിൽ നമ്മൾ നേടിയെടുക്കുന്ന ബലം ജന്മജന്മാന്തരങ്ങളിൽ നമ്മളെ നേർവഴിക്ക് നയിക്കാൻ ഉപകരിക്കുന്നതാണ്. ആ ഉപകാരം വ്രജിഷ്യതി കഷ്ടം വ്രജിഷ്യതി, എല്ലാ കഷ്ടങ്ങളെയും ഇല്ലാതെയാക്കും എന്ന് പറഞ്ഞാൽ സാഹചര്യങ്ങൾക്കല്ല മാറ്റം വരുന്നത്, സാഹചര്യങ്ങളോടുള്ള നമ്മുടെ കാഴ്ചപ്പാടിനാണ്. ഇവിടെ ശ്രീ പരീക്ഷിത് മഹാരാജാവിന് മരണമില്ലാതെയായില്ല, പക്ഷേ ആ മരണത്തോടുള്ള തൻ്റെ കാഴ്ചപ്പാട് മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു അവസ്ഥാന്തരത്തെ സന്തോഷത്തോടുകൂടി ഉൾക്കൊള്ളുവാൻ പരീക്ഷിത് മഹാരാജാവിന് കഴിഞ്ഞു. അങ്ങനെ സുഖം എന്നൊരു അവസ്ഥയെ, സുഖം ഭവിഷ്യതി, സുഖത്തെ നേടാനും കഴിഞ്ഞു. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ഭക്തിജ്ഞാനവിരാഗാണാം തദ്ഘോഷേണ ബലം മഹത് വ്രജിഷ്യതി ദ്വയോഃ കഷ്ടം സുഖം ഭക്തേർഭവിഷ്യതി. ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, രണ്ടാമത്തെ പാദത്തിൽ വ്രജിഷ്യതി ദ്വയോഃ കഷ്ടം, അവിടെ വിസർഗം പകുതി ഹകാരത്തിൽ വായിക്കുക. ബാക്കിയൊക്കെ എളുപ്പമുള്ള വാക്കുകൾ തന്നെയാണ്. നമുക്ക് അടുത്ത രണ്ട് ശ്ലോകങ്ങൾ 62ഉം 63ഉം അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.